ഇരുൾ മൂടി കിടക്കുന്ന റബ്ബർ തോട്ടത്തിലേക്ക് അയാൾ നടന്നു നീങ്ങി. തമിഴ്നാട് സ്വദേശിയായ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു അത്. പോളിത്തീൻ കവറിട്ട് മൂടി ഒരു വലിയ ഭാണ്ഡക്കെട്ട് കണ്ട അയാൾ അതിനടുത്തേക്കെത്തി. കവർ മെല്ലെ നീക്കി നോക്കി. ഉള്ളിലായി ബെഡ്ഷീറ്റിൽ എന്തോ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ബെഡ്ഷീറ്റ് മാറ്റി അയാൾ ആ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി. അതൊരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു. മുഖമാകെ അടികൊണ്ട് കരിനീലിച്ച പാടുകൾ, ശരീരമാകെ വീങ്ങി തുടങ്ങിയിരുന്നു. ആ മൃതശരീരം ജീർണിച്ചു തുടങ്ങിയെന്ന് അയാൾക്ക് മനസ്സിലായി. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ തന്റെ മുന്നിൽ കിടക്കുന്ന പഴകി തുടങ്ങിയ മൃതദേഹം ഒരു ഗർഭിണിയുടേതാണെന്ന സത്യം കൂടി അയാൾ തിരിച്ചറിഞ്ഞു. വിജനമായ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട അജ്ഞാത മൃതദേഹം ആരുടേതെന്ന ചോദ്യം പോലീസിനെ കൊണ്ടെത്തിച്ചത് 1 വർഷം മുൻപുള്ള ഒരു തിരോധാന കേസിലാണ്. ഒരു പോളിത്തീൻ കവർ കൊണ്ട് മാത്രം തെളിയിച്ച കൊലപാതകം. കേരള പോലീസിനെ ഒന്നാകെ കുഴപ്പിച്ച അതിരമ്പുഴയിലെ അശ്വതിയുടെ കൊലപാതകം. 2016 ഓഗസ്റ്റ് മാസം 1-ാം തീയതി കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയ്ക്കടുത്തുള്ള അമ്മഞ്ചേരി ഗ്രാമവാസികൾ ഉറക്കമുണർന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടാണ്. അടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ ഒരു അജ്ഞാത ജഡം കണ്ടെത്തിയെന്നായിരുന്നു ആ വാർത്ത. ടാപ്പിംഗ് ജോലിക്ക് എത്തിയ തമിഴ്നാട് സ്വദേശിയാണ് പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ ഗർഭിണിയുടെ മൃതശരീരം ആദ്യം കാണുന്നത്. കാട്ടുതീ പോലെ ആ വാർത്ത നാട്ടിലാകെ പരന്നു. ആരും അറിയാതെ വിജനമായ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട അജ്ഞാത ഗർഭിണിയുടെ ജഡത്തിന് ചുറ്റും ജനം തടിച്ചുകൂടി. പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ മരണപ്പെട്ട സ്ത്രീക്ക് 20-നും 25-നും ഇടയിൽ പ്രായമുണ്ടായിരുന്നു. മൃതദേഹം പോളിത്തീൻ കവറിലാക്കി ഉപേക്ഷിക്കണമെങ്കിൽ അത് ഒന്നിലധികം പേർ ചേർന്നാവണമെന്നായിരുന്നു പോലീസിന്റെ മറ്റൊരു നിഗമനം. ആദ്യമൊക്കെ ഈ തരത്തിലായിരുന്നു അന്വേഷണം തുടർന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴും പോലീസിന് ഉത്തരം കിട്ടാതെ ഒറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ആരാണ് അജ്ഞാതയായ ആ പെൺകുട്ടി? ഇതിന് ഉത്തരം കണ്ടെത്താനായി അടുത്തിടെയായി കാണാതായ പെൺകുട്ടികളുടെ വിവരം ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരളത്തിലെയും അന്യ സംസ്ഥാനങ്ങളിലെയും പോലീസ് സ്റ്റേഷനുകളിലേക്ക് മൃതദേഹത്തിന്റെ ചിത്രം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറി. കാണാതായ പെൺകുട്ടികളെ തെരഞ്ഞ ചില ബന്ധുക്കൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ തേടി എത്തിയെങ്കിലും അവർ മൃതദേഹം തിരിച്ചറിഞ്ഞില്ല. കൊല്ലപ്പെട്ട പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞതിനാൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചു. എന്നാൽ എല്ലാ ശ്രമങ്ങളും വിഫലമായി. മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്തെ 6 മൊബൈൽ ടവറുകളും അന്വേഷണ പരിധിയിലാക്കി ഫോൺ രേഖകൾ പരിശോധിച്ചു. തൊട്ടടുത്ത റോഡിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങളും അവർ പരിശോധിച്ചു. എന്നാൽ സംശയം തോന്നുന്ന തരത്തിൽ യാതൊന്നും അവിടെ നിന്നും ലഭ്യമായിരുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. മരണപ്പെട്ട പെൺകുട്ടിയിലേക്കോ അക്രമികളിലേക്കോ വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ പോലീസിന് ലഭ്യമായില്ല. അങ്ങനെയാണ് മൃതശരീരം വീണ്ടും ഒന്ന് പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിക്കുന്നത്. മൃതശരീരം പൊതിഞ്ഞിരുന്ന പോളിത്തീൻ കവറാണ് ആദ്യം അവരുടെ കണ്ണിലുടക്കിയത്. ആ കവർ പരിശോധിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അവിടെയാണ് ഈ കേസിനൊരു വഴിത്തിരിവുണ്ടാകുന്നത്. പോളിത്തീൻ കവറിൽ അവരൊരു ബാർകോഡ് കണ്ടെത്തി. പിന്നീട് ആ ബാർകോഡിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്വേഷണം തുടർന്നത്. രാജ്യാന്തര കൊറിയർ സേവനങ്ങൾ നടത്തുന്ന ഗതി എന്ന കമ്പനിയുടെ ബാർകോഡാണിതെന്ന് കണ്ടെത്തി. തുടർന്നുള്ള വിശദമായ പരിശോധനയിൽ 1.5 വർഷം മുൻപ് സൗദിയിൽ നിന്നും കേരളത്തിലേക്ക് അയച്ചതായിരുന്നു ഇതെന്ന നിർണായക വിവരം പോലീസിന് ലഭ്യമായി. ഡൽഹിയിലെത്തിയ പാഴ്സൽ അവിടെ നിന്ന് മംഗലാപുരത്തേക്കും തുടർന്ന് കോഴിക്കോട്ടേക്കും എത്തിയതാണെന്നും കിട്ടിയ വിവരങ്ങളിൽ നിന്നും വ്യക്തമായി. പക്ഷെ അപ്പോഴും ആർക്കാണ് അയച്ചതെന്ന വിലാസം മാത്രം ഉണ്ടായിരുന്നില്ല. കോഴിക്കോട്ട് നിന്നും അത് ആരുടെ കൈകളിലേക്കാണ് പാഴ്സൽ എത്തിയെന്ന ചോദ്യം പോലീസിനെ കുഴപ്പിച്ചു. കോഴിക്കോട്ടെ പാഴ്സൽ ഓഫീസിൽ അന്വേഷിച്ചെങ്കിലും ആ സ്ഥാപനം കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാത്തതിനാൽ ആർക്കാണ് അയച്ചതെന്ന് കണ്ടെത്തുക അത്ര എളുപ്പമുള്ള ജോലി ആയിരുന്നില്ല. എന്നാൽ പിൻവാങ്ങാൻ പോലീസ് ഉദ്യോഗസ്ഥരും തയ്യാറായിരുന്നില്ല. ഗോഡൌണിൽ ഉണ്ടായിരുന്ന പഴയ രേഖകൾ തിരഞ്ഞായിരുന്നു അവരുടെ അടുത്ത അന്വേഷണം. പണിപ്പെട്ടുള്ള തിരച്ചിലിനൊടുവിൽ കോട്ടയത്തുള്ള ഖാദർ യൂസഫ് എന്നറിയപ്പെടുന്ന ബഷീർ എന്നയാളിനാണ് പാഴ്സൽ എത്തിയതെന്ന് കണ്ടെത്തി. മേൽവിലാസം മാത്രമായിരുന്നില്ല, ഖാദറിന്റെ മൊബൈൽ നമ്പറും അവർക്ക് അവിടെ നിന്നും ലഭ്യമായി. ഖാദറിനെ പറ്റിയും ഖാദറിന്റെ ടവർ ലൊക്കേഷനും ഒക്കെ പോലീസ് പരിശോധിച്ചു. അവിടെയാണ് പോലീസിന് തെളിവായി ഒരു തുമ്പ് ലഭിക്കുന്നത്. മൃതദേഹം കണ്ടെത്തിയതിന്റെ തലേ ദിവസം ഖാദറിന്റെ ലൊക്കേഷൻ അമ്മഞ്ചേരി ഗ്രാമത്തിലെ ആ റബ്ബർ തോട്ടത്തിന് സമീപം തന്നെയായിരുന്നു. ഈരാറ്റുപേട്ട സ്വദേശിയാണ് ഖാദർ യൂസഫ്. കുറെ കാലമായി കോട്ടയത്ത് അതിരമ്പുഴയിലാണ് ഇയാളുടെ താമസവും. കുറെ നാൾ സൗദിയിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ നാട്ടിലെത്തി കോട്ടയത്ത് ശാസ്ത്രീയ റോഡിൽ സർജിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സംഘം ഖാദർ യൂസഫിനെ തേടി കോട്ടയത്തെ സർജിക്കൽ കടയിലെത്തി. യൂസഫിനെ കണ്ടയുടൻ പോലീസ് തങ്ങളുടെ പക്കലുണ്ടായിരുന്ന ഫോട്ടോ കാണിച്ചു. മുഖമാകെ കരുനീലിച്ചു വീങ്ങി വികൃതമായ മൃതശരീരത്തിന്റെ ഫോട്ടോ അയാളെ കാണിച്ചു. അതാരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അശ്വതി എന്ന അയാൾ മുഴുവനും പറഞ്ഞു തീർത്തില്ല. അയാളുടെ മുഖത്ത് മിന്നിമറിഞ്ഞ ഭാവമാറ്റങ്ങൾ ഉദ്യോഗസ്ഥരിൽ സംശയം ജനിപ്പിച്ചു. മരിച്ച സ്ത്രീയുമായി ഇയാൾക്ക് എന്തോ ബന്ധമുണ്ടെന്ന് അവർ ഉറപ്പിച്ചു. 1.5 വർഷമായി ഖാദർ തനിച്ച് താമസിക്കുന്ന വീട്ടിൽ പോലീസ് അന്വേഷണവും നടത്തി. അയാളുടെ ഭാര്യ വിദേശത്താണ് താമസിക്കുന്നത്. പക്ഷേ ഉപയോഗിച്ചു തീർന്ന നെയിൽ പോളിഷ് ഉൾപ്പെടെ ഒരു സ്ത്രീ ആ വീട്ടിൽ താമസിച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ വീട്ടിൽ നിന്നും അവർ കണ്ടെത്തി. മാത്രമല്ല, വീട്ടിലുണ്ടായിരുന്ന 3 കട്ടിലുകളിൽ ഒരെണ്ണത്തിൽ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നില്ല. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഖാദറിനെ കസ്റ്റഡിയിലെടുത്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അശ്വതി ആരാണെന്ന് അറിയുകയായിരുന്നു അവരുടെ ഏക ലക്ഷ്യം. ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ അശ്വതി ആരാണെന്നവർ അയാളിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞു.
അതിരമ്പുഴയിൽ ഖാദറിന്റെ തൊട്ട അയൽക്കാരിയായിരുന്നു 21-കാരിയായ അശ്വതി. ചോദ്യം ചെയ്യലിൽ പല കള്ളത്തരങ്ങളും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ഖാദർ ശ്രമിച്ചെങ്കിലും വീട്ടിലെ 3 ബെഡ്ഷീറ്റിൽ ഒരെണ്ണം എവിടെയെന്ന ചോദ്യത്തിൽ അയാൾ പതറിപ്പോയി. മൃതദേഹത്തിൽ കണ്ടെത്തിയ പോളിത്തീൻ കവർ ഖാദറിന് വന്ന പാഴ്സലാണെന്ന് പറഞ്ഞപ്പോൾ രക്ഷയില്ലെന്ന് മനസ്സിലായ ഖാദർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ആരാണ് അശ്വതി? എന്തിനു വേണ്ടിയാണ് ഗർഭിണിയായ പെൺകുട്ടിയെ ഇയാൾ കൊലപ്പെടുത്തിയത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഖാദറിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെത്തി. കോട്ടയത്ത് അതിരമ്പുഴയിൽ വിശ്വനാഥൻ സിന്ധു ദമ്പതികളുടെ ഇളയ മകളായിരുന്നു അശ്വതി. തൊട്ട അയൽപ്പക്കക്കാരനായ ഖാദറിന് ഈ വീടുമായി നല്ല അടുപ്പമായിരുന്നു. പലപ്പോഴും അവിടുത്തെ സ്ഥിരം സന്ദർശകനായും അശ്വതിയുടെ അച്ഛനോടൊപ്പം മദ്യപിക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു ഇയാൾ. തുടർന്ന് വിവാഹിതനായ ഇയാൾ അശ്വതിയുമായി അടുപ്പത്തിലായി. 1.5 വർഷമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഖാദറിന് അശ്വതി ഒരു നേരം പോക്കായിരുന്നു. ഖാദർ തനിച്ച് താമസിക്കുന്ന വീട്ടിൽ അശ്വതി സ്ഥിരം സന്ദർശകയുമായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കോഴഞ്ചേരിയിലെ ബന്ധുവീട്ടിലേക്ക് അശ്വതി താമസവും മാറി. അശ്വതിയുടെ അമ്മയുടെ ബന്ധുവായ തങ്കമണിയോടൊപ്പമായിരുന്നു അശ്വതിയുടെ താമസം. കോഴഞ്ചേരി ടൗണിലെ ഒരു തയ്യൽ കടയിൽ അവൾ ജോലിക്കും പോയിരുന്നു. തുടർന്ന് 2015 നവംബർ 10 അശ്വതിയെ കാണാതാവുകയും ചെയ്തു. തയ്യൽ കടയുടെ ഉടമ അശ്വതി കടയിൽ എത്താത്തതിനെ തുടർന്ന് അശ്വതിയുടെ അച്ഛനെ വിവരം അറിയിച്ചു. ഇതേ തുടർന്ന് അച്ഛൻ വിശ്വനാഥൻ മകളെ കാണാനില്ലെന്ന പരാതി ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നൽകി. പരാതി നൽകിയതിനു ശേഷവും കുടുംബം അവളെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനുമായി അശ്വതിക്ക് ബന്ധമുണ്ടെന്ന തരത്തിൽ കിംവദന്തികൾ പരന്നിരുന്നു. പക്ഷെ അതിന് മതിയായ തെളിവുകളൊന്നും അവർക്ക് ലഭ്യമായില്ല. പോലീസും ബന്ധുക്കളും അശ്വതിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശ്വതി സ്വന്തം വീട്ടിൽ നിന്നും ഏതാനും മീറ്റർ അകലെയുള്ള ഖാദറിന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. ഒരു വൈകുന്നേരം അവൾ ഒളിത്താവളത്തിൽ നിന്ന് പുറത്തു കടന്ന് ആരും കാണാതെ അടുക്കളയിലൂടെ സ്വന്തം വീട്ടിലേക്ക് കയറി. എന്നാൽ SSLC സർട്ടിഫിക്കറ്റ് എടുത്ത ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴാണ് അമ്മ സിന്ധു അവളെ കണ്ടത്. മകളെ തടയാൻ ശ്രമിച്ചെങ്കിലും അശ്വതി അവരെ തറയിലേക്ക് തള്ളിയിട്ട് രക്ഷപ്പെട്ടു എന്ന് അമ്മ സിന്ധു പിന്നീട് പോലീസിന് മൊഴി നൽകിയിരുന്നു. പക്ഷെ ആരും അറിയാതെ ആ വലിയ മതിൽക്കെട്ടുള്ള വീട്ടിൽ അയാൾ 1 വർഷത്തോളം അവളെ ഒളിപ്പിച്ചു താമസിച്ചു. തൊട്ട അയൽപ്പക്കത്തുള്ള വീട്ടിൽ തന്റെ മകൾ ഒളിച്ചു താമസിക്കുന്നു എന്നറിയാതെ ആ കുടുംബം അവൾക്കായി തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ 1 വർഷ കാലയളവിനിടയിൽ അവൾ ഗർഭിണിയായി. അതിനിടയ്ക്കാണ് വിദേശത്തു നിന്നും തന്റെ ഭാര്യ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന ഫോൺ കോൾ ഖാദറിനെ തേടിയെത്തുന്നത്. വീട്ടിലെത്തിയാൽ ഗർഭിണിയായ അശ്വതിയുമായുള്ള തന്റെ ബന്ധം ഭാര്യ അറിയുമെന്ന് അയാൾ ഭയന്നു. പിന്നീട് എങ്ങനെയും അശ്വതിയെ ഒഴിവാക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. എന്നാൽ താൻ ഗർഭിണിയാണെന്നും ഈ വീട്ടിൽ തന്നെ താമസിക്കുമെന്നും പറഞ്ഞ് അവൾ വാശി പിടിച്ചു. ഖാദർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി. ഗർഭം അലസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അശ്വതിയുമായി അയാൾ വഴക്കുണ്ടാക്കി. തന്റെ അവിഹിത ബന്ധം പുറത്തറിയുമോ എന്ന ഭയത്തിലും അശ്വതിയുടെ പിടിവാശിയിലും അയാളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഹാളിൽ കസേരയിൽ ഇരിക്കുകയായിരുന്ന ഗർഭിണിയായ അശ്വതിയെ അയാൾ പുറകിലേക്ക് പിടിച്ചു തള്ളി. തലയുടെ പിൻഭാഗം ഭിത്തിയിലിടിച്ച് അവൾ താഴേക്ക് വീണു. തുടർന്ന് കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു. മരണം ഉറപ്പിക്കാനായി മൂക്കും വായും അയാൾ പൊത്തിപ്പിടിച്ചു. മരണം ഉറപ്പായപ്പോൾ ബെഡ്ഷീറ്റ് എടുത്ത് ശരീരം മൂടിക്കെട്ടി. പോളിത്തീൻ കവർ കൊണ്ട് മൂടി 1 ദിവസം മുഴുവൻ AC മുറിയിൽ സൂക്ഷിച്ചു. പിറ്റേ ദിവസം രാത്രിയോടെയാണ് മൃതദേഹം ഉപേക്ഷിക്കാനായി ഖാദർ പുറത്തിറങ്ങുന്നത്. ഗർഭിണിയായിരുന്ന ആ പെൺകുട്ടിയുടെ കാലിലും കഴുത്തിലും കയർ കെട്ടിത്തൂക്കി കാറിനുള്ളിലാക്കി മൃതദേഹം ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലം തേടിയുള്ള യാത്രയായിരുന്നു അയാളുടേത്. ഒടുവിൽ അയാൾ അമ്മഞ്ചേരിയിലുള്ള റബ്ബർ തോട്ടത്തിലെത്തി. സമീപ പ്രദേശങ്ങളിൽ ആരുമില്ലെന്ന് ഉറപ്പിച്ച അയാൾ ആ മൃതദേഹം അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. കൊലപാതകം നടത്തിയ 5ാമത്തെ ദിവസം ഖാദർ പിടിയിലായി. പോലീസ് തന്നെ തേടിയെത്തില്ലെന്ന തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. പക്ഷേ ഖാദറിന് വിനയായത് ഒരു പോളിത്തീൻ കവറായിരുന്നു. പെൺകുട്ടിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ച് ലൈംഗികമായി ചൂഷണം ചെയ്ത് ഗർഭിണിയാക്കി കൊന്ന കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ഖാദർ ഇപ്പോൾ. എല്ലാ കുറ്റകൃത്യങ്ങളിലും ദൈവം ബാക്കിയാക്കുന്ന ഓരോ അടയാളങ്ങളുണ്ടാകും. സത്യത്തിന്റെ അവശേഷിപ്പ്. ഇവിടെ പോളിത്തീൻ കവറായിരുന്നു ഖാദറിന്റെ വിധി എഴുതിയത് എന്ന് മാത്രം.